إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണെന്ന് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിലെ പണ്ഡിതന്മാരെന്നുള്ളത് അത് ഈ സമൂഹത്തിൻ്റെ വിളക്കുമാടങ്ങളാണ്. അത് ഈ സമൂഹത്തിൻ്റെ വഴികാട്ടികളാണ്. ഉലമാ റബ്ബാനിയീൻ അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്ത് അത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി നമ്മളിൽ അധിക പേരും ഇന്ന് പ്രയത്നിക്കുന്ന, അധ്വാനിക്കുന്ന, ദുനിയാവിൻ്റെ ഒരുപാട് സുഖങ്ങളെയും സൗകര്യങ്ങളെയും മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ച് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ, അത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പ്രയത്നിക്കുന്ന പണ്ഡിതന്മാർ പറയപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൻ്റെ വിളക്കുമാടങ്ങളാണ്. അതേ സ്ഥാനത്ത് ശിർക്ക് പ്രചരിപ്പിക്കുന്ന, വലാലത്ത് പ്രചരിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ആശയെയും കീശയെയും ചൂഷണം ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരെ കുറിച്ചല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീന് അത് പഠിച്ചു മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പഠിച്ച് ഈ സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉലമാക്കൾ അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ പണ്ഡിതന്മാർക്ക് ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ, അറിവുള്ളവർ സമമാകുമോ? വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവർ. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, അറിവുള്ളവർ മാത്രമാണ് കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുക. വിശുദ്ധ സൂറത്ത് ആൽ ഇംറാനിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ഷഹീദല്ലാഹ്, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ള കാര്യത്തിന് ഒന്നാമതായി അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായികതു, ആരാധ്യനായി ഇലാഹായി അല്ലാഹു അല്ലാതെ
മറ്റാരുമില്ല എന്നുള്ളത് അള്ളാഹു സാക്ഷ്യം വഹിച്ചതിനോടൊപ്പം വൽ മലായികത്തു അള്ളാഹുവിന്റെ മലായികത്തുകൾ വഉലുൽ ഇൽം അതുപോലെ ഭൂമിയിലുള്ള ഇൽമ നൽകപ്പെട്ട ഉലമാക്കൾ അക്കാര്യത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് നിങ്ങളിൽ ഇൽമ നൽകപ്പെട്ട ആളുകളെ പടിപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ധാരാളം സമ്പത്ത് നൽകാമെന്നല്ലോ പറഞ്ഞത്, ധാരാളം സന്താനങ്ങൾ നൽകാമെന്നല്ലോ പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിൽ അധികാരം നൽകാമെന്നല്ല പറഞ്ഞത്, മറിച്ച് യുഫഖിഹു ഫിദ്ദീൻ അവന് ദീനിൽ പാണ്ഡിത്യം അവഗാഹം നൽകുമെന്നുള്ളതാണ്. അതാണ് ഉലമാക്കളുടെ പ്രത്യേകതയായി ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് രണ്ടാളുകളെ കുറിച്ച് പറയപ്പെട്ടു. അഹദുഹുമാ ആബിദ് അതിലൊന്ന് ആബിദ അല്ലാഹുവിനെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. വൽ ആഖിറു ആലിമൻ രണ്ടാമത്തേത് ആലിമൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫദ്ലുൽ ആലിമി അലൽ ആബിദ് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ആബിദിനേക്കാളും അള്ളാഹുവിന്റെ ദീനിൽ അവഗാഹം നേടിയ ഒരു ആലിമിനുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് കഫദ്ലി അലാ അദ്നാകും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന ആളുണ്ടല്ലോ അവരിലേക്ക് എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടോ അതുപോലെയാണ്, നിർത്തിയില്ല. ثم قال رسول الله صلى الله عليه وسلم إن الله وملائكته നിശ്ചയം അല്ലാഹു അവന്റെ മലായികത്തുകളും വഅഹ്ല السماوات والأراضين ആകാശ ഭൂമി ലോകങ്ങളിലുള്ളവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഉപരിലോകത്തുള്ള മലായികത്തുകൾ, ഭൂമി ലോകത്തുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളായ കടലിലുള്ള കരയിലുള്ള എല്ലാ സൃഷ്ടികളും ഏതുവരെ മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ ജനങ്ങൾക്ക് നന്മകൾ പഠിപ്പിക്കുന്ന ഉലമാക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അബീ ദർദാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന സ്വർഗ്ഗത്തിലേക്കുള്ള വഴികൾ അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. എന്ന് മാത്രമല്ല ഇന്നൽ മലായികത നിശ്ചയം അല്ലാഹുവിന്റെ മലായികത്തുകൾ ലതളഉ അജ്നിഹതിഹാ റിദൻ ലിതാലിബിൽ ഇൽം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദീൻ അന്വേഷിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ഇൽമ പഠിക്കുന്ന താലിബുൽ ഇൽമിന് മലായികത്തുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വഇന്നൽ ആലിമ നിശ്ചയം അല്ലാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാർ ആകാശ ഭൂമി ലോകങ്ങളിലുള്ളവരെല്ലാവരും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നു. ആഴക്കടലിലുള്ള മത്സ്യങ്ങൾ വരെ നിശ്ചയം ഒരു ആലിമിന് ആബിദിനേക്കാളുമുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് മറ്റു നക്ഷത്ര ഗോളങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ആ ദിവസത്തിൽ 15-ാം രാവിൽ ഒരു ചന്ദ്രന് എത്രമാത്രം പ്രത്യേകതയുണ്ടോ അത്രമാത്രം പ്രത്യേകതയുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്നൽ ഉലമാഉ വറസത്തുൽ അംബിയ നിശ്ചയം ഉലമാക്കൾ എന്ന് പറയുന്നത്
അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. നിശ്ചയം അമ്പിയാക്കൾ എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ദുനിയാവിൽ അനന്തരമായി സ്വീകരിച്ചിട്ടുള്ളത് ദീനാറുകളും ദിർഹമുകളുമല്ല. അവർ മറിച്ച് അവരുടെ സമ്പാദ്യമായി സ്വീകരിച്ചത് അവർ ഇൽമാണ്, പ്രവാചകന്മാരുടെ അനന്തരമായി അവർ സ്വീകരിച്ചത് എന്ന് റസൂൽ പറഞ്ഞു. ആരെങ്കിലും ആ ഇൽമിൽ നിന്നാണ് അനന്തര സ്വത്ത് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ അവനാണ് യഥാർത്ഥത്തിലുള്ള സമ്പത്ത് സ്വീകരിച്ചവൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറ. യുത്തൽ ഹിക്മത മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിക്മത്ത് നൽകുന്നു. പണ്ഡിതന്മാർ ഹിക്മത്ത് നൽകിയ വ്യാഖ്യാനം അഗാധമായ അറിവ് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ യുത്തൽ ഹിക്മത, ആർക്കെങ്കിലും അല്ലാഹു അഗാധമായ ഇൽമ നൽകിയിട്ടുണ്ടെങ്കിൽ ഫഖദ് ഊതിയ ഖൈറൻ കതീറ, അത്യധികമായ നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ദാനമാണ്. അതുകൊണ്ട് ആ ഉലമാക്കളെ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ആദരിക്കാൻ, അവരിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, പറയപ്പെട്ടതുപോലെ ഉലമാക്കൾ, പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ വിളക്കുമാടങ്ങളാണ്, ഈ സമൂഹത്തിന്റെ വഴികാട്ടികളാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ വിയോഗം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ്. കാരണം സമൂഹത്തിന് വിളക്കായിരുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമൂഹത്തിൽ നിന്ന് മരിച്ചു പോകുക എന്നുള്ളത് ഈ സമൂഹം ഇരുട്ടിൽ അകപ്പെടാനുള്ള കാരണമായി ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ സൂറത്തുർ റഅദിന്റെ 41-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അലം യറൂ അന്നാ നഅതിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ. നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിന്റെ നാനാവശങ്ങളിൽ നിന്ന് അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ? വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മി വഹുവ സരീഉൽ ഹിസാബ്. അല്ലാഹു അവനാണ് വിധിക്കുന്നവൻ, അവൻ വിധിക്കുന്ന വിധിയെ ഭേദഗതി ചെയ്യാൻ ആരും തന്നെയില്ല. അല്ലാഹു അതിവേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. ഈ ആയത്തിന്റെ തഫ്സീർ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അവർ പറഞ്ഞു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ നാനാവശങ്ങളിൽ നിന്ന് അതിനെ ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കണ്ടിട്ടില്ലേ എന്നുള്ളതിന്റെ തഫ്സീറായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, ദഹാബു ഉലമാഇഹാ വഫുഖാഇഹാ വഖിയാരി അഹ്ലിഹാ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കളുടെ മരണമാണ്, അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മരണമാണ്, അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ ശ്രേഷ്ഠരായവരുടെ മരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറിൽ പറയപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൗത്തുൽ ഉലമാ. ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കളുടെ മരണമാണ് എന്ന്. അതുപോലെ തന്നെ ഉലമാക്കളുടെ മരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, നിശ്ചയം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടുക എന്നുള്ളത്.
അതുപോലെ തന്നെ വയസ്ബുതൽ ജഹൽ, വിവരക്കേട് അത് വ്യാപകമാകുക എന്നുള്ളത്, വയുശ്റബൽ ഖംറ, സമൂഹത്തിൽ മദ്യപാനം അത് വ്യാപകമാകുക എന്നുള്ളത്, വയദ്ഹറ സിന, അതുപോലെ തന്നെ സമൂഹത്തിൽ വ്യഭിചാരം വ്യാപിക്കുക എന്നുള്ളത്, ഈ 4 കാര്യങ്ങൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ട്. ഇവിടെ ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ അത് ഉയർത്തപ്പെടുമെന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ഇൽമിനെ ഉയർത്തുകയില്ല, മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്ന് ഇൽമു ഉയർത്തപ്പെടുന്നു പറഞ്ഞത് അത് പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടിയാണ്. ഹത്താ ഇദാ ലം യത്റുക് ആലിമൻ ഇത്തഖദ الناس റൂസ ജുഹാല, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിൽ നിന്ന് ഒരു പണ്ഡിതനെയും ബാക്കി വെക്കാതെ ആലിമ്യങ്ങളെ മരണത്തിൽ കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സമൂഹത്തിലെ വിവരദോഷികളായ ആളുകളായിരിക്കും ഈ സമൂഹത്തിന്റെ നേതാക്കന്മാരായി രംഗപ്രവേശനം ചെയ്യുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, അങ്ങനെ യഥാർത്ഥത്തിലുള്ള റബ്ബാനിയാക്കളായ ആലിമീങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജാഹിലുകളായ വിവരദോഷികളായ ആലിമീങ്ങൾ ഈ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആളുകൾ അവരുടെ അറിവന്വേഷിച്ചുകൊണ്ട് അവരെടുത്തു ചെല്ലും. എന്നിട്ട് അവരോട് ഫത്വകൾ ചോദിക്കും. ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, അവർ അറിവില്ലാതെ ഇൽമില്ലാതെ ആളുകൾക്ക് ഫത്വ നൽകും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫദല്ലു വഅദല്ലു, ഫത്വ കൊടുക്കുന്ന ആളുകളും പിഴച്ചു പോകും, ആ ഫത്വ സ്വീകരിക്കുന്ന ആളുകളും പിഴച്ചു പോകും. അല്ലെ, ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെ, ഇന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പലപ്പോഴും ആളുകൾ ഇൽമ നേടുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ചില ഗ്രൂപ്പുകളിൽ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ ആളുകൾ. അല്ലെ, പണ്ഡിതന്മാർ പോലും ഫത്വ ചോദിച്ചാൽ ഭയപ്പെട്ടിരുന്ന കാര്യം ഇന്ന് സാധാരണക്കാർ മതവിധികൾ യഥേഷ്ടം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഈ ഉലമാക്കളുടെ മരണത്തോടുകൂടി ഈ സമൂഹത്തിൽ ഉണ്ടായി തീരുമെന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല മരണപ്പെട്ട സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, അറിവ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഇതാ ഇങ്ങനെയാണ് അത് നഷ്ടപ്പെടുക എന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല മരണവുമായി ബന്ധപ്പെട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് അസറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇൽമ നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയണോ? ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല മരണത്തെ ചൂണ്ടിക്കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുമായിരുന്നു, മൗത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത് സുൽമത്തുൻ ഫിൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ ഒരു വിടവാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ലാ യസുദ്ദുഹാ ഷൈഉൻ മഖ്തലഫൽ ലൈലു വന്നഹാർ, എത്ര രാത്രിയും പകലും മാറി മാറി വന്നാലും ഉലമാക്കളുടെ മരണത്തോടുകൂടി സമൂഹത്തിൽ ഉണ്ടാകുന്ന വിടവ് അതൊരിക്കലും നികത്തുവാൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, അലൈക്കും ബിൽ ഇൽം, നിങ്ങൾ അറിവ് പഠിച്ചുകൊള്ളുക, നിങ്ങൾ ഏറ്റവും നന്നായി അറിവ് പഠിച്ചുകൊള്ളുക. എപ്പോൾ? ഖബല അൻ യുഖബദ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ ഉയർത്തപ്പെടുന്നതിന് മുമ്പ്, അത് പിടിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും നന്നായി ഇൽമ പഠിച്ചുകൊള്ളുക. വഖബദുഹു ദഹാബു അഹ്ലി, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് ഇൽമ പിടിക്കപ്പെടുക, ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഇൽമിന്റെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിൽ കൂടി പിടിക്കലാണ് ഈ ഇൽമ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് അലൈക്കും ബിൽ ഇൽം, അതുപോലുള്ള പണ്ഡിതന്മാർ മരിച്ചു പോകുന്നതിന് മുമ്പ് അവരെടുത്ത് നിങ്ങൾ നന്നായി ഇൽമ പഠിച്ചുകൊള്ളുക എന്ന്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, മതലുൽ ഫുഖഹാഇ കമതലിൽ അഖുഫ്. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ ഫഖീഹ് എന്ന് പറയുന്നത് അത് ഒരു കൈപ്പത്തി പോലെയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറയും, ഇദാ ഖുത്തിഅത് കഫുൻ ലം തുഇദ്. ഒരാളുടെ കൈപ്പത്തി അത് അറ്റുപോയാൽ പിന്നീട് അതൊരിക്കലും മുളച്ചു വരികയില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത് അത് വലിയൊരു വിടവാണ്, വലിയൊരു കുറവാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചുപോയ ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം പണ്ഡിതന്മാരുടെ ഇടയിൽ അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിനിടയിൽ വലിയൊരു വേദനയാണ്. ഇസ്ലാമിക ലോകത്ത് അദ്ദേഹം ചെയ്ത സംഭാവനകൾ എത്രയോ വലുതാണ്. ഇസ്ലാമിനകത്ത് കയറി കൂടിയിട്ടുള്ള ഒരുപാട് വിദഈ കക്ഷികളെ ഈ സമൂഹത്തിന് തുറന്നു കാണിക്കുകയും യഥാർത്ഥത്തിലുള്ള ദീന് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് ഈ സമൂഹത്തിനുള്ള വലിയ നഷ്ടമാണ്. ഉലമാക്കൾ പറഞ്ഞതുപോലെ ഒരു കൈപ്പറ്റി അത് അറ്റുപോയതുപോലെയാണ്. പിന്നീട് കൈപ്പത്തി വളർന്നു വരാത്തതുപോലെ ആ ഉലമാനെ സംബന്ധിച്ചിടത്തോളം, ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിലേക്ക് മടങ്ങി വരാനില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇനിയും നമുക്കറിയുന്നത് പോലെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ഏതാനും ചില പണ്ഡിതന്മാർ മാത്രമാണ്. അവരുടെ ആയുഷ് എന്ന് പറയുന്നത് പലതും 80-കൾ കഴിഞ്ഞ, പലതും 90-കൾ കഴിഞ്ഞ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് സ്വഹാബികൾ പറഞ്ഞതുപോലെ അലൈക്കും ബിൽ ഇൽം, ആ പണ്ഡിതന്മാർ മരിച്ചു പോകുന്നതിന് മുമ്പ് ഏറ്റവും നന്നായി അവരിൽ നിന്ന് ഇൽമ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കഴിഞ്ഞ രാത്രിയിൽ മരിച്ചുപോയ നമ്മളൊരു സഹോദരൻ, അത്തച്ച എന്ന് പറയുന്ന ഒരു സഹോദരൻ, കഴിഞ്ഞ രാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം കളിച്ച് തമാശകൾ പറഞ്ഞ് വീട്ടിലേക്ക് പോയ ആ ഒരു സഹോദരൻ നമ്മൾ അറിയുന്നുണ്ട്. അദ്ദേഹം ഒരു തൗഹീദിന്റെ അഹലുകാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണം കണ്ട മാത്രയിൽ ഓർമ്മ വന്ന ചില രംഗങ്ങളുണ്ട്. കാരണം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ആ മനുഷ്യൻ അഭിമുഖീകരിക്കാറുള്ളത് ഒരു ചിരിച്ച മുഖമായിട്ടാണ്. ആ ചിരിച്ച മുഖം കണ്ടപ്പോ മനസ്സിലൊരു പ്രാർത്ഥന ഓർമ്മ വന്നുപോയി, അല്ലാഹുവേ, ആ ചിരിച്ച മുഖവുമായി ആ സഹോദരൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അല്ലാഹുവിനെ അദ്ദേഹത്തിന് നീ അനുഗ്രഹിക്കുമാറാകണമേ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, സഹോദരന്മാരെ സഹോദരിമാരെ, പല രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. പലരും അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി ദുബായിൽ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹോസ്പിറ്റലിലും വീടുകളിലും രോഗത്തിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകണമേ. അല്ലാഹു ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹു നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തകന്ന ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹുവേ, അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കനിവ് കാണിക്കണം. അല്ലാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.